ദിവസം പുതുമണവാട്ടിയെ സ്വീകരിക്കുന്ന ഒരു രംഗമാണിത്. ഇത് ഏതോ ഒരു ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവമാണെങ്കിലും ഇതിനേക്കാളും കടന്ന രീതിയിലുള്ള സ്വീകരണമാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. അതായത് ഒരു സന്തോഷത്തിൻ്റെ ദിവസം ഇത്തരം ആഭാസത്രങ്ങളെ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സ്വാഭാവികമായിട്ടും കല്യാണ ദിവസം ഒരു തമാശയൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നത് സാധാരണയാണ്. പക്ഷെ ആ തമാശ അത് ഒരു ആഭാസത്രമാകുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇങ്ങനെ പുതുമണവാട്ടിയെ ഈ രീതിയിൽ ഒരു സ്പ്രേ മുഖത്തടിച്ചിട്ടും വികൃതമാക്കിയിട്ടുമൊക്കെ എങ്ങനെ ഏത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റും? അതിൻ്റെ പാർശ്വഫലങ്ങൾ എത്രത്തോളം വലുതായിരിക്കും? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ കല്യാണ ദിവസങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഓരോ മഹല്ലുകളും ഏറ്റവും കൂടുതൽ ഇത്തരം കോപ്രായങ്ങളും ഇത്തരം തോന്നിവാസങ്ങളും നടക്കുന്നത് മുസ്ലിം സമുദായത്തിലെ കല്യാണങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ചില മഹല്ലുകളൊക്കെ ഇത്തരം ആഭാസത്ര കല്യാണങ്ങൾക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ഒരു സദസ്സിൽ വെച്ചിട്ട് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ, കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദൂർത്തുകളും അനിസ്ലാമിക പ്രവൃത്തികളും അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നില്ല. ഇത്തഖിൽ മഹാരിം തകുന്നഅബദന്നാസ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉസ്താദ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ട് തന്നെ. ഈ കല്യാണ ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കാം, പക്ഷേ അതൊരു ആഭാസത്രമാകുമ്പോൾ അത് എത്രത്തോളം അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. പടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ പൊതുഗതാഗതം തടസ്സം സൃഷ്ടിച്ച് വഴിയാത്രക്കാർക്കും മറ്റും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ഒട്ടകപ്പുറത്ത് കയറി പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് പോവുക, അങ്ങനെ ഒട്ടേറെ കോപ്രായങ്ങൾ. മുമ്പ് ഒരു പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് ശവപ്പെട്ടിയിൽ പോയിട്ടുള്ള ഒരു ഇത് ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച സംഭവമാണല്ലോ. ഇപ്പോൾ കല്യാണ ദിവസങ്ങളിൽ വളരെ ആനന്ദകരവും സന്തോഷിക്കേണ്ട ദിവസങ്ങളിൽ ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിച്ച് അതൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതൊക്കെ അതൊക്കെ തനി തമ്മാടിത്തം എന്നല്ലാതെ അതിനൊന്നും ഒരു ആഘോഷം, അതിനൊന്നും ഒരു തമാശ, ഒരു എൻജോയ്മെൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ തീർത്തും ഒരു തമ്മാടിത്തപരമായിട്ടുള്ള സമീപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഭാസത്രമായിട്ടുള്ള കല്യാണങ്ങൾ തടയാൻ ഓരോ മഹല്ലുകളും ശക്തമായി തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കാനുള്ളത്.